ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഓപ്ഷൻ പ്രൈസിംഗ് എന്നൊരു ഭാഗത്തെക്കുറിച്ചാണ് പറയുന്നത്. ഓപ്ഷൻ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് ഏതൊക്കെയെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സ്റ്റോക്ക്. നിലവിലുള്ള സ്റ്റോക്കിൻ്റെ അല്ലെങ്കിൽ അണ്ടർലൈങ് സ്റ്റോക്കിൻ്റെ കറണ്ട് പ്രൈസിനെ ആണ് ആദ്യത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് സ്റ്റോക്ക്, കറണ്ട് പ്രൈസ് അല്ലെങ്കിൽ അണ്ടർലൈങ് സ്റ്റോക്കിൻ്റെ പ്രൈസ്. അതുപോലെ തന്നെ രണ്ടാമത് പറയുന്നത് എക്സസൈസ് പ്രൈസ്. Third one, time to expiration. Fourth one, volatility or variability of the price of the stock. Fifth one, interest rate. Sixth one, dividend. ഈ 6 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഓപ്ഷൻ പ്രൈസിങ്ങിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിത് ഓരോന്നേരം നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക്. സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ അതിൻ്റെ കറണ്ട് പ്രൈസാണ് ആദ്യത്തെ ഘടകം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വെൻ ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് ഓർ current price of the asset changes, the price or value of the option also changes. നിലവിലുള്ള അസറ്റിൻ്റെ അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ പ്രൈസ് എന്നുള്ളത് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഓപ്ഷൻ വാല്യൂ എന്നുള്ളത് എന്ത് ചെയ്യപ്പെടും, ഓപ്ഷൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ എന്നുള്ളതും ചേഞ്ച് ചെയ്യപ്പെടും. വെൻ ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് ഓർ കറണ്ട് പ്രൈസ് ഓഫ് ദ അസറ്റ് ചേഞ്ചസ്, അസറ്റിൻ്റെ കറണ്ട് പ്രൈസോ അല്ലെങ്കിൽ അണ്ടർലൈങ് അസറ്റിൻ്റെ കറണ്ട് പ്രൈസോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ദ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ ഓപ്ഷൻ ആൾസോ ചേഞ്ചസ്. ഓപ്ഷൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂസ് എന്നുള്ളത് എന്താ ചെയ്യും, ചേഞ്ച് ചെയ്യപ്പെടും. വെൻ എ കാൾ ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്, ദ പേ ഓഫ് റിസൾട്ടിംഗ് ദർ ഫ്രം ഈക്വൽസ് ദ ആക്സസ് ഓഫ് ദ സ്റ്റോക്ക് ഓർ അസറ്റ് പ്രൈസ് ഓവർ ദ എക്സസൈസ് പ്രൈസ്. ഒരു കാൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പേ ഓഫ് റിസൾട്ടിംഗ് ദർ ഫ്രം, അതിൽ നിന്നും റിസൾട്ട് ചെയ്യുന്ന പേ ഓഫ് എന്നുള്ളത് ഈക്വൽസ് ദ എക്സസ് ഓഫ് ദ സ്റ്റോക്ക് ഓർ അസറ്റ് പ്രൈസ് ഓവർ ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിൻ്റെ മുകളിൽ അസറ്റ് പ്രൈസിൻ്റെയോ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൻ്റെയോ എക്സസിന് ഈക്വൽ ആയിരിക്കും. വെൻ എ കാൾ ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്, ഒരു കാൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പേ ഓഫ് റിസൾട്ടിംഗ് ദർ ഫ്രം, അതിൽ നിന്നും റിസൾട്ടിംഗ് ചെയ്യുന്ന പേ ഓഫ് എന്നുള്ളത് ഈക്വൽസ് ദ എക്സസ് ഓഫ് ദ സ്റ്റോക്ക്, എക്സസ് ഓഫ് സ്റ്റോക്ക് ഓർ അസറ്റ് പ്രൈസ് ഓവർ ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിന് മുകളിൽ അസറ്റ് പ്രൈസിൻ്റെ അല്ലെങ്കിൽ സ്റ്റോക്ക് പ്രൈസിൻ്റെയോ എക്സസിനോട് ഈക്വൽ ആയിരിക്കും. ദ പ്രൈസ് ഓഫ് ദ കാൾ ഓപ്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഓഫ് എസ് ആൻഡ് ഇ. അതുകൊണ്ട് തന്നെ കാൾ ഓപ്ഷൻ്റെ പ്രൈസ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് എസ് ആൻഡ് ഇ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതായത് സ്റ്റോക്ക് പ്രൈസും എക്സസൈസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഹയർ ദ അസറ്റ് പ്രൈസ് ഹയർ ദ ഡിഫറൻഷ്യൽ ആൻഡ് ഹെൻസ് ദ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ കാൾ. അസറ്റ് പ്രൈസ് ഹയർ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഡിഫറൻസ് ഹയർ ആകും. അതിൻ്റെ ഭാഗമായിട്ട് വാല്യൂ ഓഫ് ദ കോൾ എന്നുള്ളത് എന്തായി മാറും, അല്ലെങ്കിൽ പ്രൈസ് ഓഫ് ദ കോൾ എന്നുള്ളത് ഹയർ ആയിട്ട് മാറും. ഹയർ ദ അസറ്റ് പ്രൈസ്, അസറ്റ് പ്രൈസ് ഹയർ ആകുന്ന സമയത്ത് ഹയർ ദ ഡിഫറൻഷ്യൽ ഹയർ ആകും. ആൻഡ് ഹെൻസ് ദ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ കോൾ ഷുഡ് ബി ഹയർ. കാളിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ വാല്യൂ എന്തായി മാറും, ഹയർ ആയിട്ട് മാറും. അതാണ് കറണ്ട് പ്രൈസ് ഓർ പ്രൈസ് ഓഫ് ദ സ്റ്റോക്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അണ്ടർലൈങ് അല്ലെങ്കിൽ കറണ്ട് പ്രൈസ് ഓഫ് ദ അസറ്റ് ചേഞ്ച് സമയത്ത് വാല്യൂ ഓർ പ്രൈസ് ഓഫ് ദ ഓപ്ഷൻ ആൾസോ ചേഞ്ചസ്. ഓപ്ഷൻ്റെ വാല്യൂ അല്ലെങ്കിൽ പ്രൈസും ചേഞ്ച് ചെയ്യപ്പെടും. വെൻ എ കാൾ ഓപ്ഷൻ ഈസ് എക്സസൈസ്ഡ്, ഒരു കാൾ ഓപ്ഷൻ എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദ പേ ഓഫ് റിസൾട്ടിംഗ് ദർ ഫ്രം, അതിൽ നിന്നും റിസൾട്ടിംഗ് ചെയ്യുന്ന പേ ഓഫ് എന്നുള്ളത് ഈക്വൽസ് ദ എക്സസ് ഓഫ് ദ സ്റ്റോക്ക് ഓർ അസറ്റ് പ്രൈസ് ഓവർ ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസിന് മുകളിൽ അസറ്റ് പ്രൈസിൻ്റെയോ സ്റ്റോക്ക് പ്രൈസിൻ്റെയോ എക്സസിന് ഈക്വലായിട്ട് മാറും. ദ പ്രൈസ് ഓഫ് ദ കാൾ ഓപ്ഷൻ ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഡിഫറൻഷ്യൽ ഓഫ് എസ് ആൻഡ് ഇ. അതുകൊണ്ട് തന്നെ കാൾ ഓപ്ഷൻ്റെ പ്രൈസ് എന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റോക്ക് പ്രൈസും എക്സസൈസ് പ്രൈസും തമ്മിലുള്ള ഡിഫറൻസിന് ഭാഗമായിട്ടാണ്. ഹയർ ദ അസറ്റ് പ്രൈസ് ഹയർ ദ ഡിഫറൻഷ്യൽ ആൻഡ് ഹെൻസ് ദ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ കോൾ. അസറ്റ് പ്രൈസ് ഹയർ ആകുന്ന സമയത്ത് ഡിഫറൻഷ്യൽ ഹയർ ആകും. അതോടുകൂടി തന്നെ പ്രൈസ് ഓർ വാല്യൂ ഓഫ് ദ കോൾ എന്നുള്ളതും ഹയർ ആയിട്ട് മാറും. നെക്സ്റ്റ് പറയുന്നത് എക്സസൈസ് പ്രൈസ്. എന്താണ് എക്സസൈസ് പ്രൈസ് എന്ന് നോക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് എക്സസൈസ് പ്രൈസ് ഓൺ ദ വാല്യൂ ഓഫ് ഓപ്ഷൻ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് സ്പോട്ട് പ്രൈസ്. അതായത് ഓപ്ഷൻ വാല്യൂവിൽ എക്സസൈസ് പ്രൈസിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളത് ജസ്റ്റ് സ്പോട്ട് പ്രൈസിൻ്റെ ഇമ്പാക്റ്റിനോട് നേരെ ഓപ്പോസിറ്റാണ്. ഹയർ ഈസ് ദ എക്സസൈസ്, ലോവർ ഈസ് ദ വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ. എക്സസൈസ് പ്രൈസ് ഹയർ ആകുന്ന സമയത്ത് കാൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ലോവർ ആയിട്ട് മാറും. ആസ് ദ എക്സസൈസ് പ്രൈസ് ഗോസ് അപ്പ്, the chances that the share price will exceed it becomes lesser and lesser. അതുപോലെ തന്നെ എക്സസൈസ് പ്രൈസ് ഗോസപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർ പ്രൈസ് എക്സീഡ് ചെയ്യാനുള്ള ചാൻസസ് എന്തായി മാറും, ലെസ്സർ ആൻഡ് ലെസ്സർ, ചുരുങ്ങി വരും. ആസ് ദ എക്സസൈസ് പ്രൈസ് ഗോസപ്പ്, എക്സസൈസ് പ്രൈസ് ഗോസപ്പ് ചെയ്യുന്ന സമയത്ത് ചാൻസസ് ദാറ്റ് ദ ഷെയർ പ്രൈസ് വിൽ എക്സീഡ്, ഷെയർ പ്രൈസ് എക്സീഡ് ചെയ്യാനുള്ള ചാൻസ് എന്നുള്ളത് ബിക്കം ലെസ്സർ ആൻഡ് ലെസ്സർ ആയിട്ട് മാറും. വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സസൈസ് പ്രൈസ് ആൻഡ് കാൾ ഓപ്ഷൻ, എക്സസൈസ് പ്രൈസിനും കാൾ ഓപ്ഷനിലുള്ള ഇൻക്രീസിൻ്റെ ഭാഗമായിട്ട് കാൾ ഓപ്ഷൻ ബിക്കംസ് മോർ ആൻഡ് മോർ ഔട്ട് ഓഫ് ദ മണി. കാൾ ഓപ്ഷൻ എന്നുള്ളത് കൂടുതൽ ഔട്ട് ഓഫ് ദ മണി ആയിട്ട് മാറും.
സോ എക്സസൈസ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇമ്പാക്ട് ഓഫ് എക്സസൈസ് പ്രൈസ് ഓൺ ദ വാല്യൂ ഓഫ് ഓപ്ഷൻ, ഓപ്ഷൻ്റെ വാല്യൂവിൽ എക്സസൈസ് പ്രൈസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് സ്പോട്ട് പ്രൈസ്. സ്പോട്ട് പ്രൈസിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മാറും. ഹയർ ഈസ് ദ എക്സസൈസ്, ലോവർ ഈസ് ദ വാല്യൂ ഓഫ് കോൾ ഓപ്ഷൻ. എക്സസൈസ് ഹയർ ആവുന്ന സമയത്ത് കോൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ലോവർ ആയിട്ട് മാറും. ആസ് ദ എക്സസൈസ് പ്രൈസ് ഗോസ് അപ്പ്, ദ ചാൻസസ് ദാറ്റ് ദ ഷെയർ പ്രൈസ് വിൽ എക്സീഡ് ഇറ്റ് ബിക്കം ലെസ്സർ ആൻഡ് ലെസ്സർ. എക്സസൈസ് പ്രൈസ് ഗോസപ്പ് ചെയ്യുന്ന സമയത്ത് ഷെയർ പ്രൈസ് എക്സീഡ് ചെയ്യാനുള്ള ചാൻസസ് എന്നുള്ളത് എന്തായി മാറും? ലെസ്സർ ആൻഡ് ലെസ്സർ ആയിട്ട് മാറും. വിത്ത് ഇൻക്രീസ് ഇൻ ദ എക്സസൈസ് പ്രൈസ് ദ കാൾ ഓപ്ഷൻ ബിക്കംസ് മോർ ആൻഡ് മോർ ഔട്ട് ഓഫ് ദ മണി. എക്സസൈസ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ കാൾ ഓപ്ഷൻ എന്നുള്ളത് കൂടുതൽ ഔട്ട് ഓഫ് ദ മണി ആയിട്ട് മാറും. നെക്സ്റ്റ് പറയുന്നത് ടൈം ടു എക്സ്പിറേഷൻ. എന്താണ് ടൈം ടു എക്സ്പിറേഷൻ നോക്കാം. ജനറൽ ബോത്ത് കോൾസ് ആൻഡ് പുട്സ് വിൽ ബെനിഫിറ്റ് ഫ്രം ഇൻക്രീസ്ഡ് ടൈം ലെഫ്റ്റ് ഫോർ എക്സ്പിറേഷൻ. ദ റീസൺ ഈസ് ദാറ്റ് ദർ ഈസ് മോർ ടൈം ഫോർ എ ബിഗ് മൂവ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. അതായത് കാൾ ഓപ്ഷനും പുട്ട് ഓപ്ഷൻ്റെയും ബെനിഫിറ്റ് എന്നുള്ളത് ടൈം ടു എക്സ്പിറേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ ദ റീസൺ ഈസ് ദാറ്റ് ദർ ഈസ് മോർ ടൈം ഫോർ ബിഗ് മൂവ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്യാൻ കൂടുതൽ സമയം ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ പറയുന്നത്. വിത്ത് മോർ ടൈം അവൈലബിൾ ദർ ഷുഡ് ബി ഗ്രേറ്റർ ചാൻസസ് ഓഫ് അച്ചീവിങ് ദ എക്സസൈസ് പ്രൈസ്. കൂടുതൽ സമയം അവൈലബിൾ ആയതുകൊണ്ട് തന്നെ എക്സസൈസ് പ്രൈസ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലാണ്. വിത്ത് മോർ ടൈം അവൈലബിൾ ദർ ഷുഡ് ബി ഗ്രേറ്റർ ചാൻസസ് ഓഫ് അച്ചീവിങ് ദ എക്സസൈസ് പ്രൈസ്. എക്സസൈസ് പ്രൈസ് അച്ചീവ് ചെയ്യാൻ ചാൻസസ് കൂടുതലാണ്. ദിസ് ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഹോൾഡ്സ് ട്രൂ ഫോർ ബോത്ത് കാൾ ആൻഡ് പുട്ട് ഓപ്ഷൻ. അതുകൊണ്ട് തന്നെ ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കാൾ ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആണ്. ജനറൽ ബോത്ത് കാൾസ് ആൻഡ് പുട്സ് വിൽ ബെനിഫിറ്റ് ഫ്രം ഇൻക്രീസ്ഡ് ടൈം ലെഫ്റ്റ് ഫോർ എക്സ്പിറേഷൻ. ദ റീസൺ ഈസ് ദാറ്റ് ദർ ഈസ് മോർ ടൈം ഫോർ എ ബിഗ് മൂവ് ഇൻ ദ സ്റ്റോക്ക് പ്രൈസ്. With more time available, there should be greater chances of achieving the exercise price. This general statement holds true for both call and put option. അതുകൊണ്ട് തന്നെ ഈ ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് കാൾ ഓപ്ഷനെയും പുട്ട് ഓപ്ഷനെ സംബന്ധിച്ചിടത്തോളം ട്രൂ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാലാമത് പറയുന്നത് വോളറ്റിലിറ്റി ഓർ വേരിയബിലിറ്റി ഓഫ് ദ സ്റ്റോക്ക്. വോളറ്റിലിറ്റി ഈസ് ദ ഡിഗ്രി ടു വിച്ച് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഓർ സ്റ്റോക്ക് ഇൻഡെക്സ് ടെൻസ് ടു ഫ്ലക്ച്വേറ്റ് ഓവർ ടൈം. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ ഇൻഡെക്സ് ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള ഡിഗ്രിയാണ് നമ്മൾ വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ അൺസർട്ടനിറ്റി അറ്റാച്ച്ഡ് ടു ദ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് ഓഫ് സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അൺസർട്ടനിറ്റിയാണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. വെൻ അണ്ടർലൈയിങ് അസറ്റ് ബിക്കംസ് മോർ വോളറ്റൈൽ ദ പ്രൈസ് ഓഫ് ബോത്ത് കാൾ ആൻഡ് പുട്ട് ഓപ്ഷൻസ് വിൽ ഇൻക്രീസ്. അണ്ടർലൈയിങ് അസറ്റ് വോളറ്റൈൽ ആകുന്ന സമയത്ത് കാൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസ് എന്നുള്ളത് ഇൻക്രീസ് ചെയ്യും. ആണ് വോളറ്റിലിറ്റി ഓർ വേരിയബിലിറ്റി ഓഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. വോളറ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഗ്രി ടു വിച്ച് പ്രൈസ് ഓഫ് എ സ്റ്റോക്ക് ഓർ സ്റ്റോക്ക് ഇൻഡെക്സ് ടെൻസ് ടു ഫ്ലക്ച്വേറ്റ് ഓവർ ടൈം. ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ സ്റ്റോക്ക് ഇൻഡെക്സോ ഫ്ലക്ച്വേറ്റ് ചെയ്യാനുള്ള ഡിഗ്രിയാണ് നമ്മൾ എന്ത് പറയുന്നത് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ അൺസർട്ടനിറ്റി അറ്റാച്ച്ഡ് ടു ദ ഫ്യൂച്ചർ മൂവ്മെൻറ്റ് ഓഫ് ദ സ്റ്റോക്ക് പ്രൈസ്. സ്റ്റോക്ക് പ്രൈസിൻ്റെ ഫ്യൂച്ചർ മൂവ്മെൻറ്റിനെ അറ്റാച്ച് ചെയ്തിട്ടുള്ള അൺസർട്ടനിറ്റിയാണ് നമ്മൾ വോളറ്റിലിറ്റി എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. വെൻ അണ്ടർലൈയിങ് അസറ്റ് ബിക്കംസ് മോർ വോളറ്റൈൽ ദ പ്രൈസ് ഓഫ് ബോത്ത് കാൾ ആൻഡ് പുട്ട് ഓപ്ഷൻ വിൽ ഇൻക്രീസ്. അണ്ടർലൈയിങ് അസറ്റ് വോളറ്റൈൽ ആകുന്ന സന്ദർഭത്തിൽ കാൾ ഓപ്ഷൻ്റെയും പുട്ട് ഓപ്ഷൻ്റെയും പ്രൈസ് എന്നുള്ളത് എന്തായി മാറും? ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് പറയുന്നത് ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ആൾസോ അഫക്റ്റ് ദ ഓപ്ഷൻ പ്രൈസ്. ദ ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ദ ലോവർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ്. ഇൻട്രസ്റ്റ് റേറ്റും ഓപ്ഷൻ പ്രൈസിനെ അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആകുന്ന സമയത്ത് എക്സസൈസ് പ്രൈസ് എന്നുള്ളത് എന്തായി മാറും? പ്രസൻറ്റ് വാല്യൂ ഓഫ് എക്സസൈസ് പ്രൈസ് ലോവറായിട്ട് മാറും. ആസ് എ റിസൾട്ട് ദ വാല്യൂ ഓഫ് ദ കോൾ വിൽ ഇൻക്രീസ് ആൻഡ് വാല്യൂ ഓഫ് പുട്ട് വിൽ ഡിക്രീസ്. അതിൻ്റെ ഭാഗമായിട്ട് കാൾ ഓപ്ഷൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. സോ ദ ഇൻട്രസ്റ്റ് റേറ്റ് ആൾസോ അഫക്റ്റ് ദ ഓപ്ഷൻ പ്രൈസ്. ദ ഹയർ ദ ഇൻട്രസ്റ്റ് റേറ്റ് ദ ലോവർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ എക്സസൈസ് പ്രൈസ്. ഇൻട്രസ്റ്റ് റേറ്റ് ഹയർ ആകുന്ന സമയത്ത് എക്സസൈസ് പ്രൈസിൻ്റെ പ്രസൻറ്റ് വാല്യൂ എന്നുള്ളത് ലോവറായിട്ട് മാറും. ആസ് എ റിസൾട്ട് ദ വാല്യൂ ഓഫ് ദ കോൾ വിൽ ഇൻക്രീസ് ആൻഡ് വാല്യൂ ഓഫ് പുട്ട് വിൽ ഡിക്രീസ്. അതിൻ്റെ ഭാഗമായിട്ട് കോൾ ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഇൻക്രീസ് ചെയ്യുകയും പുട്ട് ഓപ്ഷൻ്റെ വാല്യൂ എന്നുള്ളത് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും.
ലാസ്റ്റ് പറയുന്നത് ഡിവിഡൻറ്റ്. ബെനഫിറ്റ്സ് ഓഫ് ഓണർഷിപ്പ് അക്രൂ ഓൺലി ടു ദ ഹോൾഡർ ഓഫ് ദ അസറ്റ് ആൻഡ് നോട്ട് ദ ഹോൾഡർ ഓഫ് ഡെറിവേറ്റീവ്. ഓണർഷിപ്പിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് പ്രധാനമായിട്ടും അസറ്റിൻ്റെ ഹോൾഡർക്ക് മാത്രമാണ് അക്രൂ ചെയ്യാൻ കഴിയുക, നോട്ട് ദ ഹോൾഡർ ഓഫ് ഡെറിവേറ്റീവ്. വെൻ ദ ഡിവിഡൻസ് ആർ പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ ദ മാർക്കറ്റ് ഡിക്രീസസ് ബൈ ഇക്വാലൻറ്റ് എമൗണ്ട്. ഡിവിഡൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ എന്നുള്ളത് ഇക്വാലൻറ്റ് എമൗണ്ട് അനുസരിച്ച് ഡിക്രീസ് ചെയ്യും. സോ ദ ബെനഫിറ്റ്സ് ഓഫ് ഓണർഷിപ്പ് അക്രൂ ഓൺലി ടു ദ ഹോൾഡർ ഓഫ് ദ അസറ്റ്. ഓണർഷിപ്പിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് നോർമലി അക്രൂ ചെയ്യുന്നത് ആൾക്കാർക്ക് ഹോൾഡർ ഓഫ് ദ അസറ്റിനായിരിക്കും ആൻഡ് നോട്ട് ദ ഹോൾഡർ ഓഫ് ഡെറിവേറ്റീവ്. അതായത് ഡെറിവേറ്റീവിൻ്റെ ഹോൾഡർക്കായിരിക്കില്ല, അസറ്റിൻ്റെ ഹോൾഡർക്ക് മാത്രമായിരിക്കും. വെൻ ദ ഡിവിഡൻസ് ആർ പെയ്ഡ് ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ ദ മാർക്കറ്റ് ഡിക്രീസസ്. ഡിവിഡൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ അസറ്റിൻ്റെ മാർക്കറ്റ് വാല്യൂ ഡിക്രീസ് ചെയ്യും, ഈക്വലൻറ്റ് എമൗണ്ടിൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. So the benefits of ownership accrue only to the holder of the asset and not to the holder of derivative. ഓണർഷിപ്പിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത് അക്രൂ ചെയ്യുന്നത് അസറ്റിൻ്റെ ഹോൾഡർക്ക് മാത്രമാണ് ആൻഡ് നോട്ട് ദ ഹോൾഡർ ഓഫ് ദ ഡെറിവേറ്റീവ്, ഡെറിവേറ്റീവിൻ്റെ ഹോൾഡർക്കല്ല. വെൻ ദ ഡിവിഡൻസ് ആർ പെയ്ഡ്, ഡിവിഡൻറ്റ് പേ ചെയ്ത് കഴിഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ അസറ്റ് ഇൻ ദ മാർക്കറ്റിൽ അസറ്റിൻ്റെ വാല്യൂ എന്നുള്ളത് ഡിക്രീസ് ചെയ്യും ബൈ ഇക്വാലൻ്റ് എമൗണ്ടിൽ ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും ഈ ഭാഗത്തിൻ്റെ വീഡിയോ ത്രൂ ഔട്ട് കാണും. ഓക്കെ, താങ്ക് യു.